ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ കണ്ടൊരു പിക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി അത് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1499 ദിർഹംസാണ് ചാർജ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 50 രൂപയെ താഴെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോക്കിയാലോ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹാർട്ട് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഉൾഭാഗം കൂടി ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഹാർട്ട് ഷേപ്പിന് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിനാണ് റെഡ് കളർ ചെയ്യുന്നത്. അതിന് ശേഷം മാത്രമാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫ്ലവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കാർഡ് ബോർഡിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ നിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭാഗത്ത് നമുക്ക് പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട്. ആകെ ഒരു 5 പെറ്റൽസൊക്കെ മതിയാവും ചെയ്യാനായിട്ട്. ഇത് ഞാൻ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് കാർഡ് ബോർഡിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ മോൾഡ് കിറ്റ് എനിക്ക് ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വാങ്ങുന്ന ഈ ഡസൻ എന്ന് പറഞ്ഞ ക്ലേയിൽ കുറച്ച് വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം ഒട്ടിച്ചാലേ അത് കറക്റ്റായിട്ട് സ്റ്റിക്കായി ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് താഴെ വീഴാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നാട്ടിൽ മോൾഡ് കിറ്റൊക്കെ യൂസ് ചെയ്യുന്നവർ അപ്പോൾ തന്നെ ഒട്ടിച്ചു കൊടുത്താലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടി ഞാൻ ഏകദേശം ഒരു 25 റോസ് ഫ്ലവേഴ്സാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ചെറുതായതുകൊണ്ടാണ് അത്രയും ഉണ്ടാക്കേണ്ടി വന്നത്. കുറച്ചും കൂടി വലിയതൊക്കെ ആണെങ്കിൽ പിന്നെയും അത്രയൊന്നും ഉണ്ടാക്കേണ്ടി വരില്ല. ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയൊരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ കാർഡ്ബോർഡ് കട്ട് ചെയ്ത പീസിൻ്റെ അടിഭാഗം നമുക്ക് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്ലേ വെച്ചിട്ട് തന്നെ ചെറിയൊരു എന്താ പറയുക, ഒരു ബേസൊക്കെ പോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു കത്രിക വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാർഡ്ബോർഡ് ശരിക്കും അതിൽ ഫിറ്റായിട്ട് ഇരുന്നോളൂ. ഫ്ലവേഴ്സൊക്കെ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹാർട്ട് ഷേപ്പിലേക്ക് എല്ലാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം മാത്രം അക്രിലിക് പെയിൻറ്റ്സ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഉണ്ടാക്കിയ ഫ്ലവേഴ്സിൽ കുറച്ച് വലിയ ഫ്ലവേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയതും ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ആരെങ്കിലും ഇത് കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഒരേ ലെവൽ ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വലുതും കുറച്ച് ചെറിയതുമായ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഏത് ഫ്ലവേഴ്സ് എടുത്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടതെന്നുള്ളത്. ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും 2-3 ഫ്ലവേഴ്സ് ഒട്ടിക്കാതിരിക്കുക. കാരണം നമ്മൾ ഓൾറെഡി ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റാൻഡ് പോലെ. അപ്പോൾ അത് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം പിന്നെ ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നത് കണ്ടിന്യൂ ചെയ്താൽ മതി. നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് വെറുതെ പെയിൻറ്റ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ.
അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലേ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ക്ലേ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഒക്കെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ചെറിയൊരു ഗിഫ്റ്റാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കൂടെ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.